السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസർ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇഖ്തിസാർ ചെയ്തിട്ടുള്ള മുഖ്തസർ സാദുൽ മആദ് എന്നുള്ള കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഓരോ മേഖലയിലുമുള്ള മാതൃകകൾ അത് പഠിപ്പിക്കുന്ന മഹത്തായിട്ടുള്ള അറിയപ്പെട്ട പ്രശസ്തമായിട്ടുള്ള കിതാബാണ്. അതിൽ ഇബാദത്തിൻ്റെ ബാബുകളിൽ അടുത്തത് വരുന്നത് ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജിഹി വ ഉംരിഹി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ഫസ്ല് ഹജ്ജും ഉംറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ മാതൃകകളും മാർഗനിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചരിത്രങ്ങളുമെല്ലാമാണ് ഈ ഫസ്ലിൽ പരാമർശിക്കുന്നത്. നമുക്കറിയാം, ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ ഖസ്ദ്, ലക്ഷ്യം എന്നതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ശർഇൽ ദീനിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹു തആല പഠിപ്പിച്ചതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉംറ എന്നുള്ളത് ഹജ്ജുൽ അസ്ഗർ ആണ്, ചെറിയ ഹജ്ജാണ് ഉംറ എന്ന് പറയുന്നത്. അൽ ഹജ്ജുൽ അസ്ഗർ ആണ് ഉംറ എന്ന് പറയുന്നത്. അതിന് പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടില്ലാത്ത ഏത് സമയത്തും ചെയ്യാവുന്ന ഒരു ഇബാദത്താണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ സമയവും എല്ലാം നിശ്ചയിച്ചിട്ടുമുണ്ട്. ഹജ്ജ് ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റ 9-10 വർഷങ്ങളിലാണ്. അധികവും 10ാം വർഷത്തിലാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത്. ഇസ്ലാമിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നിർബന്ധമാക്കിയ രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കൂടുതൽ മശഖത്തുള്ള ഇബാദത്തുകൾ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. തൗഹീദ് എന്നുള്ളത് ആദ്യകാലത്ത് തന്നെ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നീട് ഹിജ്റയുടെ കുറച്ച് മുമ്പ് നിസ്കാരം നിർബന്ധമാക്കി. ഹിജ്റ കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം നോമ്പും സക്കാത്തും പോലെയുള്ള കർമ്മങ്ങൾ. അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന കാലത്ത് ഹജ്ജും നിർബന്ധമാക്കി. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടും ഉംറയുമായി ബന്ധപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകളാണ് ഈ ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ മുഖ്തസർ അല്ലാത്ത യഥാർത്ഥ കിതാബ് സാദുൽ മആദിൽ ഇത് വലിയൊരു ബഹ്സാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എൻ്റെ ഓർമ്മയിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വോളിയത്തിന്റെ ഒരു മുക്കാലും അടുത്ത ചർച്ചകൾ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നടത്തിയിട്ടുണ്ട്. അത് ചുരുക്കിക്കൊണ്ടാണ് ഈ ഒരു കിതാബിൽ മുഖ്തസറിൽ പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ഇഅ്തമറ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഹിജ്റതി 4 ഉമരിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ശേഷം 4 ഉംറകൾ നിർവഹിക്കുകയുണ്ടായി. 4 ഉംറകൾ നിർവഹിക്കുകയുണ്ടായി. കുല്ലുഹുൻ ഫീ ദിൽ ഖഅദ. ആ 4 ഉംറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത് ദുൽഖഅദ മാസത്തിലാണ്. ഉംറകൾ നിർവഹിച്ചിരുന്നു, 4 ഉംറകൾ നിർവഹിച്ചു. ആ 4ഉം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത് ദുൽഖഅദ മാസത്തിലാണ്. അൽ ഊല, അതിൽ ഒന്നാമത്തേത് ഉംറത്തുൽ ഹുദൈബിയ്യ എന്നറിയപ്പെടുന്ന ഉംറയാണ്. ഉംറത്തുൽ ഹുദൈബിയ്യ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഉംറ നിർവഹിക്കുകയല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു ദുൽഖഅദ മാസത്തിൽ തന്നെ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയും വഴിയിൽ ഹുദൈബിയ എന്നുള്ള സ്ഥലത്ത് വെച്ച് മുശ്രിക്കീങ്ങൾ തടയുകയും ചെയ്തു. ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, അടുത്ത വർഷമേ
ഉംറ നിർവഹിക്കാൻ വരാൻ പാടുകയുള്ളൂ എന്ന നിലക്കെല്ലാം പറയുകയും അങ്ങനെ അവിടെ നിന്ന് ഹുദൈബിയ സന്ധി എഴുതുകയും ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകാൻ വേണ്ടി മുടി കളയുകയും അതുപോലെ തന്നെ ഉംറ നിർവഹിക്കാത്തതിന് പകരമായി അറവ് നടത്തുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും. അത് ഒരു ഉംറയായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, കണക്ക് കൂട്ടാറുള്ളത്. അതാണ് ഉംറത്തുൽ ഹുദൈബിയ എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, സനത സിത്തിൻ, 6-ാം വർഷം, ഹിജ്റ കഴിഞ്ഞിട്ടുള്ള 6-ാം വർഷത്തിലാണ് ആ ഉംറക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പുറപ്പെടുന്നത്. ഫസദ്ദഹുൽ മുശ്രികൂന അനിൽ ബൈത്ത്, അങ്ങനെ പുറപ്പെട്ടപ്പോൾ ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾ തടഞ്ഞു. ഫനഹറ വഹലഖ ഹൈതു സുദ്ദ ഹുവ വഅസ്ഹാബുഹു വഹല്ലു, അങ്ങനെ അവിടെ വെച്ച് അറവ് നടത്തുകയും അതുപോലെ തന്നെ തലവടിക്കുകയും തലമുണ്ടനം ചെയ്യുകയും ചെയ്ത് അവിടുന്ന് തഹല്ലുലാവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് പിന്നെ ഉംറയിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുകയാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത്. അതും ഉംറയായിട്ട് പരിഗണിക്കാറുണ്ട്. അസ്സാനിയത്തു, രണ്ടാമത്തെ ഉംറ ഉംറത്തുൽ ഖദിയ്യ, ഉംറത്തുൽ ഖദിയ്യ എന്നാണ് പറയുന്നത്. ഫിൽ ആമിൽ മുഖ്ബിൽ, കാരണം ഹുദൈബിയയിൽ വെച്ച് ഉംറ നിർവഹിക്കാൻ സാധിക്കില്ല, പാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും തിരിഞ്ഞു പോരുമ്പോൾ ആ കരാറിൽ എന്തുണ്ട്, അടുത്ത വർഷം വന്ന് ഉംറ നിർവഹിക്കാം എന്നുണ്ട്. അപ്പോൾ ഹുദൈബിയയിൽ ചെയ്യാൻ സാധിക്കാതെ പോയ ഉംറയുടെ ആ കർമ്മങ്ങൾ അത് പിറ്റത്തെ വർഷം ചെയ്ത ആ ഉംറക്കാണ് ഉംറത്തുൽ ഖദിയ്യ എന്ന് അറിയപ്പെടുന്നത്. ഉംറത്തുൽ ഖദിയ്യ. ദഖലഹാ ഫഅഖാമ ബിഹാ 3 ثم خرج, ആ ഉംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പോയി നിർവഹിക്കുകയും 3 ദിവസം അവിടെ തങ്ങുകയും പിന്നീട് തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഉംറ. അസ്സാലിസതു, മൂന്നാമത്തെ ഉംറ എന്ന് പറഞ്ഞാൽ ഉംറതുഹു അല്ലതി ഖറനഹാ മഅ ഹജ്ജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനോടൊപ്പം ചെയ്തിട്ടുള്ള ഉംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിറാനായിട്ടാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്, അഥവാ ഉംറ ചെയ്ത് ഇഹ്റാമിൽ തന്നെ തുടർന്നാണ് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ ഹജ്ജിനോടൊപ്പം ചെയ്ത ഉംറയാണ് മൂന്നാമത്തെ ഉംറ എന്ന് പറയുന്നത്. അറാബിഅതു, നാലാമത്തേത് ഉംറതുഹു മിനൽ ജിഅറാന, ജഅറാൻ എന്നെല്ലാം ഇന്ന് അറിയപ്പെടുന്ന, അവിടെ സാധാരണക്കാരുടെ ഇടയിൽ ജോറാൻ എന്നെല്ലാം പറയുന്ന ഒരു സ്ഥലമുണ്ട് മക്കയിൽ, പിന്നെ ഹറമിന്റെ പരിധിക്ക് പുറത്തായിക്കൊണ്ട്. അവിടുന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉംറ നിർവഹിച്ചിട്ടുണ്ട്. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ലമ്മാ ഖറജ ഇലാ ഹുനൈനിൻ സുമ്മ റജഅ ഇലാ മക്കത, മക്കം ഫത്തിന് ശേഷം ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹുനൈനിലേക്ക് പുറപ്പെട്ട് അവിടെ നിന്ന് മടങ്ങി വരുന്ന വേളയിൽ വെച്ച് ജഅറാനിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഇഹ്റാം പ്രവേശിക്കുകയും ഫഅതമറ മിനൽ ജഅറാനതി ദാഖിലൻ ഇലൈഹാ, അങ്ങനെ ഹറമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. ഈ 4 ഉംറകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതായിട്ട് അറിയപ്പെടുന്നത്. ഇത് ചില ആളുകൾ 2 ഉംറ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഉംറത്തുൽ ഹുദൈബിയ കൂട്ടാതെയും ഹജ്ജിന്റെ ഉംറയും കൂട്ടാതെയും 2 ഉംറയാണ് നിർവഹിച്ചിട്ടുള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. ഇങ്ങനെ ഈ ഇനങ്ങളിൽ 4 ഉംറകളാണ് നിർവഹിച്ചിട്ടുള്ളത്. ولم يكن في عمره صلى الله عليه وسلم عمرة واحدة خارجا من مكة. അടുത്തത് ഒരു മസ്അലയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചർച്ച ചെയ്യുന്നത്. വലം യകുൻ ഫി ഉമരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറകളിൽ ഉണ്ടായിട്ടില്ല ഉംറത്തുൻ വാഹിദത്തുൻ ഖാരിജൻ മിൻ മക്ക, മക്കയിൽ നിന്ന് പുറത്തു പോയി ഉംറക്ക് വേണ്ടി മക്കയിൽ നിന്ന് പുറത്തു പോയിട്ട് ഇഹ്റാം കെട്ടി ഉംറ ചെയ്ത് വരുന്ന ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കമാ യഫ്അലു കസീറുൻ മിനൻ നാസ് അൽ യൗം, ഇന്ന് കാലത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ചെയ്യുന്നത് പോലെ. അത് നമ്മുടെ നാടുകളിലൊക്കെ ഉംറക്ക് പോകുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു മസ്അലയാണ്, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ പിന്നെ ഇഹ്റാം കെട്ടി അവിടെ ചെന്ന് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തങ്ങുമ്പോൾ ചില ആളുകൾ അവിടെ നിന്ന് തൻഈമിലേക്കോ, ആയിഷ മസ്ജിദ് എന്ന് പറയുന്ന തൻഈമിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ജഅറാനിലേക്കോ പോയിട്ട് ഇഹ്റാം കെട്ടാൻ വേണ്ടി ഹറമിന്റെ പുറത്തുള്ള പ്രദേശത്ത് പോയിട്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് വന്ന് ഉംറ നിർവഹിക്കും. അങ്ങനെ ദിവസവും ഉംറ നിർവഹിക്കുന്ന ആളുകളൊക്കെ കാണാം. ദിവസവും പോയിട്ട് അങ്ങനെ 15 ദിവസം ഉംറക്ക് പോയി കഴിഞ്ഞാൽ 15 ദിവസവും പോയിട്ട് 15 ഉംറ ചെയ്തു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ കാണാം.
അപ്പൊ അങ്ങനെ ചെയ്യുന്ന രീതി, അങ്ങനെ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പുറത്തു പോയി ഇഹ്റാം ചെയ്ത് വന്ന് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് വരുന്നുണ്ട്, ഇത് ചെയ്യാനുള്ള ഏക തെളിവായിക്കൊണ്ട് ഉള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ ചില കാരണങ്ങളാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻഈമിൽ പോയി അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് വന്ന് ഉംറ നിർവഹിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ, ഇബ്നു ബാസ് റഹിമഹുള്ള പോലെയുള്ള ചില പണ്ഡിതന്മാർ അത് അനുവദനീയമാണ് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഉംറ ബാത്തിലാകുന്ന ഇനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല ഭൂരിപക്ഷവും. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് യോജിച്ചതല്ല, സഹാബികളുടെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ശക്തമായി പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള വാദമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ശക്തമായി പറയുന്നത്. ഒരു യാത്രയിൽ പോയി കഴിഞ്ഞാൽ ആ യാത്രയിലുള്ള എവിടെയാണോ നമുക്ക് മീഖാത്ത് ലഭിക്കുന്നത് അങ്ങനെ ഉംറ ചെയ്തു വരിക. അതല്ലാതെ ഉംറ ചെയ്യാൻ വേണ്ടി ഹറമെന്ന് പുറത്തുപോയി പിന്നെ തിരിച്ചു വരുന്ന അങ്ങനെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഉലമാക്കൾക്കിടയിൽ ഈ ചില ചർച്ചകളുണ്ട്. ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ അത് പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്. അപ്പോൾ അന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. കസീറും മിനന്നാസ്, ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് വളരെ കൂടുതലാണ്. ഉംറക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം, വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബിദഅത്തിന്റെയും ഖുറാഫാത്തിന്റെയും എല്ലാ ആളുകൾ അവര് ദിവസവും ഉംറ ചെയ്യുന്ന ആളുകൾ. എന്തായാലും അങ്ങനെയൊന്നും ചെയ്യുന്നത് അല്ല ഇബ്നു ബാസ് റഹിമഹുള്ളക്ക് അനുവദിച്ചിട്ടുള്ളത്, അല്ലാതെ ഒന്നോ മറ്റോ ചെയ്യുന്നതായിരിക്കാം. വഇന്നമാ കാനത് ഉംറഹു കുല്ലുഹാ ദാഖിലൻ ഇലാ മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ചതെല്ലാം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിനായി മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ മീഖാത്തിൽ കയറിക്കൊണ്ട് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിച്ചിട്ടുള്ളത്. അല്ലാതെ മക്കയിൽ നിന്ന് ഉംറ നിർവഹിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. പലരും ഈ ജഅറാനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅറാനിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വന്ന ഉംറ ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാറുള്ളത് അപ്പോ ജഅറാനിൽ പോയി അങ്ങനെ ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ചെയ്തതല്ല. ഉംറ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയതല്ല, ജഅറാന് പോയതല്ല. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടുന്ന് തിരിച്ച് സഖീഫ് ഗോത്രം മക്കം ഫത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കീഴൊതുങ്ങാതെ എതിർത്ത് നിന്നപ്പോൾ അവരുമായിട്ടുള്ള യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവിടെ എത്തിയപ്പോൾ ഇഹ്റാം ചെയ്തുകൊണ്ട് ഉംറയ്ക്ക് പ്രവേശിച്ചതാണ് പറയാണ്. വഖദ് അഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ അൽ-വഹി ബിമക്കത 13 സനതൻ ലം യുൻഖൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയതിനു ശേഷം തന്നെ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചിട്ടുണ്ട്. ലം യുൻഖൽ അൻഹു അന്നഹു ഇഅ്തമറ ഖാരിജൻ മിൻ മക്കത, ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തന്നെ, അഥവാ ഹിജ്റക്ക് മുമ്പ് തന്നെ, ഉംറയും ഹജ്ജും അന്നുണ്ട്, ഇബാദത്തുകളായിട്ട് അന്ന് അതിന്റെ രീതികളുണ്ട്. ഒരു തവണ പോലും പുറത്തു പോയി ഉംറക്കായിട്ട് വന്നതായിട്ട് എവിടെയും വന്നിട്ടില്ല. എന്നിട്ട് പറയാണ് വലം യഫ്അൽഹു അഹദുൻ അലാ അഹദിഹി ഖത്തു ഇല്ലാ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് ആ ഒരു കാര്യം ആ രീതിയിൽ ഉംറ നിർവഹിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. അത് പറയുന്നത് ലിഅന്നഹാ റളിയല്ലാഹു അൻഹ അഹല്ലത് ബിൽ ഉംറത ഫഹാദത്, നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ ഉംറക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരു സന്ദർഭത്തിൽ ഉംറക്ക് വേണ്ടി ആദ്യം എന്ത് ചെയ്തു, ഇഹ്റാമിൽ പ്രവേശിച്ചു. പക്ഷെ ഹൈദുകാരിയായി കഴിഞ്ഞാൽ പിന്നെ തവാഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫഅമറഹ ഫഖറനത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് ഖീറാനായി ചെയ്യാൻ, അഥവാ ആ ഇഹ്റാമിൽ തന്നെ തുടർന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക. ഹജ്ജിന്റെ 3 ഇനങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പോൾ കൂടുതൽ മനസ്സിലാകും. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉംറയുടെ ഇഹ്റാമിലായി തുടർന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖബറഹ അന്ന തവാഫഹ ബിൽ ബൈത്ത് ബിസ്സഫാ വൽ മർവ ഖദ് വഖഅ അൻ ഹജ്ജിഹ വ ഉംറതിഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവി എന്താണ്, ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തതാണ്, പക്ഷേ ഉംറ നിർവഹിക്കാൻ സാധിച്ചില്ല, ഹൈദുകാരിയായി. അപ്പോൾ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് ഹജ്ജിൽ ചെയ്യുന്ന ത്വവാഫും സഅയുമെല്ലാം നിനക്ക് ഉംറയുടെ സ്ഥാനത്താകുന്നതാണ് എന്ന് ആയിഷ ബീവിയോട് ആര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി.
അതായത് ഇനി വേറെ ഉംറ നിർവഹിക്കേണ്ട, ഹജ്ജിനോടൊപ്പം ഉള്ള തവാഫും സഅയും ഒക്കെ നിനക്ക് ഉംറക്ക് പകരമായിരിക്കും എന്ന് പറഞ്ഞു. فوجدت في نفسها أن ترجع صواحبها بحج وعمرة مستقلين. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അകത്ത് അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു വിഷമമുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാര്യമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് നിർവഹിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർക്കൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഉംറ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്, വേറെ ഉംറ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഹജ്ജിന്റെ തവാഫും സഅയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റവരുടെ പോലെ എനിക്കൊരു ഉംറ മാത്രമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഫഇന്നഹുന്ന കുന്ന മുതമത്തിആത്തിൻ, കാരണം ആ ഭാര്യമാരെല്ലാം, മറ്റുള്ള ഭാര്യമാരെല്ലാം തമത്തു ആയിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത്. ഇവിടെ ഒരു കാര്യം പറയാം, എന്നാൽ ഒന്നുകൂടി ക്ലിയർ ആയി മനസ്സിലാവുള്ളൂ. ഹജ്ജ് 3 രീതിയിലാണ് ചെയ്യുക. 3 രീതിയിലാണ് ഹജ്ജ് നിർവഹിക്കാനുള്ള രീതിയുള്ളത്. ഒന്ന്, ഹജ്ജിന് വേണ്ടി മാത്രം ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് മാത്രം ചെയ്യുക എന്നുള്ളത്. ഇത് ഏറ്റവും താഴ്ന്ന ദർജയിലുള്ള ഹജ്ജിന്റെ ഇനത്തിൽ ഏറ്റവും താഴ്ന്ന ദർജയാണ്. 2, ഖീറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി, ഉംറയും നിർവഹിക്കാൻ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലാകാതെ ഇഹ്റാമിലായിക്കൊണ്ട് തന്നെ തുടർന്ന് ആ ഇഹ്റാമിൽ തന്നെ ഹജ്ജ് നിർവഹിക്കുന്നത്, അതാണ് ഖീറാൻ. അത് 2ാമത്തെ ദർജയിലുള്ളതാണ്. ഏറ്റവും അഫ്ദലായിട്ടുള്ളത് തമത്തു ആണ്. തമത്തു എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് വേണ്ടി ആദ്യം ഇഹ്റാം പ്രവേശിച്ച് അവിടെ ഉംറ നിർവഹിക്കുന്നു, അതിനുശേഷം തഹല്ലുലായിക്കൊണ്ട് ഹറമിൽ തന്നെ താമസിക്കുന്നു, ഹറമിന്റെ പരിധിയിൽ തന്നെ താമസിക്കുന്നു. പിന്നെ യൗമു തർവിയ ദുൽഹിജ്ജ 8-ന് ഹജ്ജിന് വേണ്ടി വീണ്ടും അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അതാണ് തമത്തു. ഇതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള ഹജ്ജിന്റെ രൂപമായിട്ട് പറയുന്നത്. അപ്പോൾ തമത്തുവിന് വേണ്ടിയിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് ചെയ്തത്? ഇഹ്റാമിൽ പ്രവേശിച്ചത്. ഉംറ നിർവഹിച്ചിട്ട് പിന്നെ ഹജ്ജ് നിർവഹിക്കാം. ബാക്കിയുള്ള ഭാര്യമാർക്ക് അതിന് സാധിച്ചു. ആയിഷ ബീവി ഹൈളുകാരിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നീ ഖിറാൻ ചെയ്താൽ മതി. അതേ ഇഹ്റാമിൽ തുടർന്നുകൊണ്ട്, കാരണം ഹൈളുകാരിയുടെ ഇഹ്റാം എന്ന് പുറത്താവുന്നില്ല, അതേ ഇഹ്റാമിൽ തുടർന്നുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഹജ്ജൊക്കെ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് ഒരു വിഷമം, ബാക്കിയുള്ളവർക്കൊക്കെ ഉംറ വേറൊന്നും ചെയ്യാൻ പറ്റി, എനിക്ക് അങ്ങനെ സാധിച്ചില്ല, അങ്ങനെയുള്ള വിഷയം പറഞ്ഞു. ബാക്കിയുള്ള ഭാര്യമാരൊക്കെ തമത്തു ആയിട്ടാണ് ഹജ്ജ് നിർവഹിച്ചത്. വലം യഹദ്ന വലാ യഖറിന്ന, അവർക്കൊന്നും ഹൈദും വന്നില്ല, അവരൊന്നും ഖിറാനായിട്ടുമല്ല ചെയ്തത്. അപ്പോ ആയിഷ ബീവിക്ക് മാത്രം എന്താണ്, ഹജ്ജിലെ തവാഫും സഅയും ഉംറയിലും കൂടി ഒരുമിച്ചായിക്കൊണ്ട് ആ രീതിയിൽ പോരുകയാണ്. അപ്പൊ അത് എന്തായി, ഒരു വിഷമായിട്ട് ആയിഷ ബീവിക്ക് തോന്നി, അവരൊക്കെ അങ്ങനെ ചെയ്തു, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അറിയിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫഅമറ അഖാഹ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മറ്റൊരു മകനായിട്ടുള്ള അബ്ദുറഹ്മാൻ, ആയിഷ ബീവിയുടെ സഹോദരനോട് പറഞ്ഞു, അയ്യുഅമ്മിറഹ മിനത് തൻഈം തത്വീബൻ ലിഖൽബിഹാ, തൻഈമിൽ പോയിട്ട്, ഇന്ന് ആയിഷ മസ്ജിദ് എല്ലാം പറയും, തൻഈം എന്ന പ്രദേശത്തുള്ള ആയിഷ മസ്ജിദ്, ധാരാളം ആളുകൾ ഇഹ്റാം കെട്ടാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പൊ അവിടെ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ആയിഷ ബീവിയെയും കൂട്ടി പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഉംറ നിർവഹിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനോട്, അഥവാ ആയിഷ ബീവിയുടെ സഹോദരനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. തത്വീബൻ ലിഖൽബിഹാ, ആയിഷ ബീവിയുടെ ആ വിഷമം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വിഷമത്തിനൊരു പരിഹാരമായിക്കൊണ്ട് ആ ഒരു ദുഃഖം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആയിഷ ബീവി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രീതിയിൽ ഉംറ നിർവഹിച്ചതായിട്ട് വന്നിട്ടുള്ളത്. ഇത് അനുവദിക്കുന്ന പണ്ഡിതന്മാർ തെളിവായിക്കൊണ്ട് പറയാറുള്ളതും. അപ്പോ ഇപ്പൊ സാലിഹ് ഫൗസാൻ ഹഫളഹുല്ലാഹ് ഈ സാദുൽ മഅദിന്റെ തഅലീഖിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചെയ്യുന്ന രീതി ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ചെയ്തത് ബാത്തിലാണ് എന്ന് നമ്മൾ പറയില്ല, ആ ഉംറ ചെയ്താൽ അത് ബാത്തിലാകും, അത് സ്വീകരിക്കൂല ഒന്നും നമ്മൾ പറയില്ല. പക്ഷെ അത് ഖിലാഫുൽ ഔല, ഏറ്റവും നല്ലതിനോട് ഖിലാഫായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ നമുക്ക് എന്താണോ ഇഹ്റാം ലഭിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ മീഖാത്ത് ലഭിക്കുന്നത്, അവിടെ ഇഹ്റാം ചെയ്തുകൊണ്ട് നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളതും. ബാക്കിയുള്ള സമയം അവിടെ ഇബാദത്തുകളായിട്ട് മുഴുകുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലാതെയുള്ള തവാഫും ഖുർആൻ പാരായണവും നിസ്കാരവുമായിട്ട് ഹറമിൽ കഴിഞ്ഞുകൂടുകയാണ് വേണ്ടത്, അല്ലാതെ കൂടുതൽ ഉംറ ചെയ്യുകയല്ല വേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് കാണാം. വകാനത് ഉമറുഹു കുല്ലഹാ
وكانت عمره كلها صلى الله عليه وسلم في أشهر الحج مخالفا لهدي المشركين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറകളെല്ലാം നാം പറഞ്ഞതുപോലെ ഹജ്ജിന്റെ മാസങ്ങളായിരുന്നു. ഹജ്ജിന്റെ മാസങ്ങളിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറകളെല്ലാം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ ദുൽഖഅദയിലാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് പോയി ഉംറ നിർവഹിച്ച് അവിടെ നിൽക്കാനുള്ള സമയങ്ങളാണത്. അതിലാണ് നിർവഹിച്ചിരുന്നത്. മുഖാലിഫൻ ലിഹദിയിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ രീതിയോടെതിരായിക്കൊണ്ട്. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ ഹജ്ജ് നിർവഹിക്കാറുള്ളവരാണ്, അവർ ഉംറ ചെയ്യാറുള്ളവരാണ്, തവാഫ് ചെയ്യാറുള്ളവരാണ്, അവർക്ക് ആ ഇബാദത്തുകൾ അറിയുന്നതാണ്. പക്ഷെ അവർ ഒരിക്കലും ഹജ്ജിന്റെ മാസങ്ങൾ എന്ത് നിർവഹിക്കാറില്ല? ഉംറ ചെയ്യാറില്ല. അവരതൊരു മോശപ്പെട്ട കാര്യമായിട്ട്, അഫ്ജറുൽ ഫുജൂർ, ഒരു തെമ്മാടിത്തരമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അവർ ആ രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അങ്ങനെയല്ല, നിർവഹിച്ചതൊക്കെ ഈ ഹജ്ജിന്റെ മാസങ്ങളിലാണ്. ഫഇന്നഹും കാനൂ യക്റഹൂന അൽ-ഉംറത ഫീഹാ, മുശ്രിക്കീങ്ങൾ ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ നിർവഹിക്കുന്നത് വെറുത്തിരുന്നു. വഹാദാ ദലീലുൻ അലാ അന്ന അൽ-ഇഅ്തിമാറ ഫീ അശ്ഹുരിൽ ഹജ്ജ് അഫ്ളു മിൻഹു ഫീ റജബിൻ ബിലാ ശക്കിൻ. വഹാദാ ദലീലുൻ, ഇതൊരു തെളിവാണ്. എന്തിനുള്ളത്? അലാ അന്ന അൽ-ഇഅ്തിമാറ ഫീ അശ്ഹുരിൽ ഹജ്ജ് അഫ്ളൽ, ഹജ്ജിന്റെ മാസങ്ങളിൽ ചെയ്യുന്ന ഉംറയാണ് അഫ്ളലായിട്ടുള്ളത്. മിൻഹു ഫീ റജബിൻ ബിലാ ശക്കിൻ, റജബിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. അതായത് റജബ് മാസത്തിൽ ഉംറക്ക് ഈ ബിദ്അത്തുകാരുടെ ഇടയിലുള്ള ഒരു പ്രചാരമാണ്. റജബ് മാസത്തിന് അവര് ഇല്ലാത്ത ഒരുപാട് പോരിശകൾ നൽകുന്ന ഒരു മാസമാണ് റജബ്. റഗായിബ് നിസ്കാരമാവട്ടെ, അല്ലാത്തുള്ള നോമ്പുകൾ 27 മറ്റോ ഉള്ള നോമ്പാകട്ടെ, അല്ലാത്ത പ്രത്യേക ദിക്റുകളും, ഓരോ റജബിന് മാസത്തിന് ധാരാളം പ്രത്യേകതകൾ ബിദ്അത്തുകാരുടെ ഇടയിൽ, ഖുറാഫാത്തിന്റെ ആളുകൾക്കിടയിൽ കാണാൻ സാധിക്കും. അതിൽ പെട്ടൊന്നാണ് റജബിലെ ഉംറക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള നിലക്കുള്ളത്. അത് ഒരിക്കലും വന്നിട്ടില്ല. അതിനേക്കാൾ അഫ്ളലായിട്ടുള്ളത് ഹജ്ജിന്റെ മാസങ്ങളിലുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വമ്മാ ഫി റമളാൻ, റമളാനിലെ ഉംറ എന്നുള്ളത്, റമളാനിലെ ഉംറ എന്നുള്ളത് ഫമൗദിഉ നളരിൻ, അത് വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ടോ അത് വേണ്ടയോ എന്നുള്ളത്. فقد صح عنه صلى الله عليه وسلم أن عمرة في رمضان تعدل حجة. റമളാനിൽ ചെയ്യുന്ന ഉംറ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുന്നത് പോലെയാണ് എന്നുള്ള ഹദീസ് സ്വഹീഹായി തന്നെ വന്നിട്ടുണ്ട്. അതൊരു സ്ത്രീയുടെ വിഷയത്തിൽ പറഞ്ഞ ഹദീസാണ്. ഒരു സ്ത്രീക്ക് ചില കാരണങ്ങളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്തിന് സാധിച്ചില്ല? ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചില്ല. അതിന്റെ വിഷമം ആ സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് എന്ത്? നീ റമളാനിൽ ഉംറ ചെയ്താൽ അത് എൻ്റെ ഒപ്പമുള്ള ഹജ്ജിന് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആ സ്ത്രീക്ക് മാത്രമാണോ അതല്ല പൊതുവായിട്ട് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതിൽ ചർച്ചയിൽ പണ്ഡിതന്മാർ പറഞ്ഞു പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും റമളാനിൽ ഉംറ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഖദ് യുഖാൽ كان رسول الله صلى الله عليه وسلم يشتغل في رمضان من العبادات بما هو أهم من العمرة. റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തിരുന്നത്? ഉംറയേക്കാൾ പ്രാധാന്യമുള്ള ഇബാദത്തുകൾ മുഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉംറയേക്കാൾ പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണത്തിലും, റമളാനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഖുർആൻ പാരായണത്തിലും, അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളിലും, അതുപോലെയുള്ള ദാനധർമ്മങ്ങളിലും, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുകിയിരുന്നത്. മഅ മാ ഫീ തർകി ദാലിക മിനർ റഹ്മതി ലിഉമ്മതിഹി, എന്താണ് അതിന് കാരണം? ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ ഉംറ ഒഴിവാക്കിയിട്ടുള്ളത്. ഫഇന്നഹു ലൗ ഫഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും അങ്ങനെ റമളാനിൽ ഉംറ നിർവഹിക്കുന്ന അതൊരു ചെയ്തിരുന്നുവെങ്കിൽ, അതൊരു ശീലമായി കൊണ്ട് നടന്നിരുന്നു, കാണിച്ചിരുന്നുവെങ്കിൽ ലബാദറത്തിൽ ഉമ്മതു ഇലാ ദാലിക്, എന്തുണ്ടാകുമായിരുന്നു? ഈ ഉമ്മത്ത് അതിനുവേണ്ടി ധൃതി കാണിക്കുമായിരുന്നു. ആ ഒരു ഹദീസ് വന്നിട്ട് തന്നെ എന്താണ്, റമളാനിൽ ധാരാളം ആളുകൾ ഉംറ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പോവുകയും ഉംറ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതിന്റെ തഅലീഖിൽ പറയുന്നുണ്ട്, നിങ്ങൾ റമളാനിൽ അങ്ങനെ, അദ്ദേഹം പറയാട്ടോ, അങ്ങനെ കൂടുതലായി വന്ന് തിരക്ക് കൂട്ടി ശരിക്കും നിസ്കരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉംറ നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത് റമളാനിൽ മറ്റുള്ള ഇബാദത്തുകളിൽ മുഴുകുന്നതാണ് എന്ന്. അവിടെയുള്ള തിരക്കും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടിട്ട് റമളാനിൽ മാത്രമായിട്ട് വന്നിട്ട് അത് നിർവഹിക്കുന്നത്, അതാ ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത
ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഹദീസാണ്, അതല്ലാതെ ഹജ്ജ് ചെയ്തു എന്ന അവസ്ഥയിൽ അതുകൊണ്ടാകുന്നില്ല എന്ന നിലക്ക് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാഹു അഅലം. ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ഉംറ ചെയ്യാതിരുന്നത് ഉമ്മത്തിനോടുള്ള റഹ്മത്ത് കൊണ്ടാണ്. അതെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും? എല്ലാവരും അതിനുവേണ്ടി കൂടുതൽ ആവേശം കാണിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യും. ഫകാന യശുഖു അലൈഹാ അൽ ജംഉ ബൈനൽ ഉംറതി വസ്സൗം. അതെന്താകും? ഈ ഉമ്മത്തിലെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാകും. കാരണം നോമ്പും നോൽക്കണം റമദാനിൽ, അതുപോലെ ഉംറയും നിർവഹിക്കണം. സ്വാഭാവികമായിട്ട് എന്താകും? ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. വകാന യത്റുകു കസീറ മിനൽ അമൽ. അത് മാത്രമല്ല, ഈ ഒരു ഉംറ നിർവഹിക്കാനുള്ള ഒരു പോക്ക് കാരണത്താൽ ധാരാളം സൽക്കർമ്മങ്ങളിൽ നിന്ന് അവന് ഒഴിവാക്കേണ്ടി വരികയും ചെയ്യും. അതായത് റമദാനിലെ ബാക്കിയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. വഹുവ യുഹിബ്ബു അൻ യഅമലഹു ഖശിയത്തൽ മശഖ്ഖതി അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉംറ നിർവഹിക്കാൻ ഇഷ്ടമുണ്ടായിട്ടും ഈ ഉമ്മത്തിന്റെ മേലെ അതൊരു ബുദ്ധിമുട്ടാകുമോ എന്നതുകൊണ്ട്, അത് പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ റമളാനിലെ ഉംറ ഒഴിവാക്കിയതാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. റമളാനിലെ ഉംറ നല്ലതാണ്, ഖൈറുള്ളതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ റമളാനിൽ ശ്രദ്ധ കൊടുത്തത് ബാക്കിയുള്ള ഇബാദത്തുകളിലാണ്. ولم يحفظ عنه صلى الله عليه وسلم أنه اعتمر في السنة إلا مرة واحدة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷത്തിൽ ഒരു തവണയാണ് ഉംറ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഉംറ താബി ആയിക്കൊണ്ട് തക്റാർ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ എന്നൊരു ഹദീസിൽ കാണാം, ഹജ്ജും ഉംറയും നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാരണങ്ങളാൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാരണങ്ങളാലെല്ലാം എന്ത് ചെയ്തിട്ടില്ല? വർഷത്തിൽ ഒരു ഉംറ മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. വലാ ഖിലാഫ അന്നഹു ലം യഹജ്ജ ബഅദൽ ഹിജ്റ ഇല്ലാ ഹജ്ജതൻ വാഹിദതൻ സനത 10. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഇല്ലാത്ത ഒരു കാര്യമാണ്, ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ ഹജ്ജേ നിർവഹിച്ചിട്ടുള്ളൂ. അത് ഹിജ്റ 10-ാം വർഷത്തിൽ. ഹിജ്റയ്ക്ക് മുമ്പ് ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്യുന്നതിന് മുമ്പ് ഹജ്ജ് ഉണ്ട്. ഹജ്ജ് അവിടെ കർമ്മം, ഇസ്ലാമിൽ നഫ്ലായിക്കൊണ്ട് ഹജ്ജ് അവിടെ ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ട്, കാരണം സൂറത്തുൽ ബഖറയിലെ 196-ാമത്തെ ആയത്തിൽ വത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുക എന്നുള്ള ആയത്ത് കാണാം. അത് മുൻപേ ഇറങ്ങിയിട്ടുള്ള ആയത്താണ്, അഥവാ ഹജ്ജ് നിർബന്ധമാക്കുന്നതിന് മുമ്പേ ഇറങ്ങിയിട്ടുള്ള ആയത്താണ് ആ ആയത്ത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹിജ്റക്ക് മുമ്പോ മറ്റോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ചില ഖിലാഫുകളുണ്ട്. എന്നാൽ ഹിജ്റക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. വലമ്മ നസല ഫർദുൽ ഹജ്ജ്, ഹജ്ജ് നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ ബാദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി തഖീരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് ധൃതി കാണിച്ചു, വൈകിപ്പിക്കാതെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിവുള്ള ഒരാൾ അയാൾ എത്രയും പെട്ടെന്ന് ഹജ്ജ് നിർവഹിക്കുക, അതിലേക്ക് ധൃതി കാണിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള, ശ്രദ്ധിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാൾക്കൊരു വർഷത്തിൽ കഴിവുണ്ട്, എല്ലാം കൊണ്ടും അയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, യാത്രാ സൗകര്യങ്ങളുണ്ട്, കുടുംബത്തിന് ചെലവിനുള്ളതുണ്ട്, എല്ലാം ഉണ്ട് എങ്കിൽ പിന്നെ ഒരു കാരണം കൊണ്ട് അത് വൈകിപ്പിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അവന് പിന്നെ രോഗമോ മറ്റുള്ള പ്രശ്നങ്ങളോ വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ഹജ്ജിന് തൗഫീഖ് ലഭിക്കുന്നവർ, അല്ല ഇസ്തിതാഅത്തുള്ളവർ, കഴിവുള്ളവർ അത് നിർവഹിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നാടുകളിൽ ഈ അടുത്ത കാലത്തൊക്കെ ധാരാളം ആളുകൾ അതിന് തയ്യാറാവുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ അവർ സാമ്പത്തികമായി നല്ല അവസ്ഥയിലുണ്ടാകും, അവർക്ക് ധാരാളം സ്ഥലങ്ങൾ, സ്വത്തുക്കൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ പണമില്ല എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് നിർവഹിക്കാതിരിക്കുന്നത് കാണാം. അതെന്താ വെച്ചാൽ ആ സ്വത്ത് വിറ്റിട്ട്, അഥവാ അവർക്ക് നിർബന്ധമായി താമസിക്കാനുള്ള വീട് സൗകര്യങ്ങൾ കഴിഞ്ഞ് അധികമായി ധാരാളം സ്ഥലമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ഇത് വിറ്റിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് മക്കൾക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് നിർവഹിക്കാതിരിക്കുന്നത് കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇസ്തിതാഅത്തുണ്ട് എങ്കിൽ അത് നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കിയതിനു ശേഷം വൈകിപ്പിക്കാതെ ഉടനെ തന്നെ നിർവഹിച്ചു. ഫഇന്ന ഫർളഹു തഅഖറ ഇലാ സനതി 9 ഔ 10,
ഹജ്ജ് നിർബന്ധമാക്കിയത് ഹിജ്റ 9-ാം വർഷമോ 10-ാം വർഷമോ ആണ്. 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ട്. വഅമ്മാ ഖൗലുഹു തആല വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, സൂറത്തുൽ ബഖറയിലെ 196-ാമത്തെ ആയത്ത് വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നുള്ള ആയത്ത് ഫഇന്നഹാ വഇൻ നസലത് സനത 60, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഹിജ്റ 6-ാം വർഷത്തിലാണ്. ഹജ്ജ് നിർബന്ധമാക്കുന്ന എപ്പോഴാണ്? ഹിജ്റ 9-ാം വർഷത്തിലാണ്. ഈ ആയത്ത് ഇറങ്ങിയത് ഹിജ്റ 6-ാം വർഷത്തിലാണ്. ഹജ്ജും ഉംറയും നിങ്ങൾ പൂർത്തിയാക്കുക എന്ന നിലക്ക്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫലൈസ ഫീഹാ ഫരീളത്തുൽ ഹജ്ജ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജ് നിർബന്ധമാണ് എന്നുള്ളതല്ല. വഇന്നമാ ഫീഹൽ അംറു ബിഇത്മാമിഹി വഇത്മാമിൽ ഉംറതി ബഅദ അശ്ശുറൂഇ ഫീഹിമാ, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ, ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവനാ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം. നഫ്ലായിട്ടുള്ള ഹജ്ജോ ഉംറയോ ചെയ്യുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം. വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അല്ലാതെ ഹജ്ജ് നിർബന്ധമാണ് എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്ത രീതിയും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട രീതിയും എല്ലാമാണ് പറയുന്നത്. വലമ്മ അസമ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നിയ്യത്താക്കിയ തീരുമാനിച്ച സമയത്ത് അഅലമൻ നാസ അന്നഹു ഹാജ്ജുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അറിയിക്കുകയുണ്ടായി അവിടുന്ന് ഹജ്ജ് നിർവഹിക്കാൻ പോവുകയാണ് എന്ന്. അവിടുന്ന് ആ വർഷം ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിച്ചു. ഫതജഹസൂ ലിൽ ഖുറൂജി മഅഹു, അങ്ങനെ അത് കേട്ട മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങി. അവരൊരുക്കം നടത്തി, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി. വസമിഅ ബിദാലിക മൻ ഹൗലൽ മദീന, മദീനക്കാര് മാത്രമല്ല മദീനക്ക് ചുറ്റുള്ള പ്രദേശങ്ങളിലുമുള്ള ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോകുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടു. ഫഖദിമു യുരീദൂനൽ ഹജ്ജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലുള്ളവരും മദീനത്തെ അടുത്തുള്ള ചുറ്റുപ്രദേശത്തിലുള്ള ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അവരെല്ലാം പുറപ്പെട്ടു ഒരുങ്ങി വരികയുണ്ടായി. വവാഫാഹു ഫി ത്വരീഖി ഖലായിഖു ലാ യുഹ്സൗൻ, അങ്ങനെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനുണ്ടായിരുന്നത്. ചില പണ്ഡിതന്മാർ 100,000-ന് മുകളിൽ ആളുകൾ അന്ന് ഹജ്ജിനുണ്ടായിരുന്നു എന്ന നിലക്ക് പറഞ്ഞു കാണാം. അത്രയും ആളുകൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി. മൊത്തത്തിൽ മക്കയിലെത്തിയ ആളുകളിൽ ഹജ്ജത്തുൽ വിദായിലെല്ലാം അറഫയിലെല്ലാം 2,00,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിവായത്തുകളിൽ കാണുന്നത്. അപ്പൊ അത്രത്തോളം ആളുകൾ ഹജ്ജിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വകാനൂ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി വഅൻ യമീനിഹി വഅൻ ശിമാലിഹി മദ്ദൽ ബസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലും പിന്നിലും വലത്തും ഇടത്തുമൊക്കെ ആയിട്ട് കണ്ണെത്താ ദൂരത്തോളം ആളുകൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര തോനെ ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ആലോചിച്ച് നോക്കിയും, മക്കയിൽ നിന്ന് അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ വധിച്ചു കളയുമെന്നുള്ള അവസ്ഥയിൽ അവിടെ നിന്ന് ഹിജ്റ ചെയ്ത് വന്ന ആളാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സ്വഹാബികളും മുഹാജിറുകളും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് വന്നത്. എന്നിട്ട് തിരിച്ച് ജീവിതത്തിന്റെ അവസാനത്തെ ആ വർഷത്തിൽ ഹജ്ജിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അതായത് മുഴുവൻ കണ്ണെത്താ ദൂരത്തോളം ചുറ്റും ആളുകളുമായിട്ട് വലിയൊരു സംഘം മുസ്ലിമീങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു വരുന്നത്. വഖറജ മിനൽ മദീനത്തി നഹാറൻ ബഅദ അദ്ദുഹരി ലിസിത്തിൻ ബഖീന മിൻ ദിൽഖഅദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് ദുൽഖഅദ മാസത്തിൽ 6 ദിവസം ബാക്കിയായിരിക്കുക. അപ്പൊ ദുൽഖഅദ 24 ആ സമയത്ത് ഒരു ദുഹർ നിസ്കാര ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് ശരിക്കുള്ള സാദുൽ മഅദ് കിതാബിൽ കുറെ ചർച്ചയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ദിവസമാണ് പുറപ്പെട്ടത്, ഏത് സമയമാണ് പുറപ്പെട്ടത് എന്ന് ധാരാളം തെളിവുകൾ വെച്ചുകൊണ്ട് വലിയൊരു ചർച്ചയുണ്ട്. പക്ഷെ അതൊന്നും മുഖ്തസറിൽ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ദുൽഖഅദക്ക് 6 ദിവസം കഴിയാൻ 6 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിൽ നിന്ന് ഇറങ്ങുന്നത് ളുഹർ നിസ്കാര ശേഷം. ബഅദ അൻ സല്ല അദ്ദുഹറ ബിഹാ 4, ളുഹർ നിസ്കാരം മദീനയിൽ വെച്ച് 4 റക്അത്ത് നിർവഹിച്ചതിന് ശേഷമാണ് അവിടുന്ന് പുറപ്പെടുന്നത്.
നമുക്കറിയാം നിസ്കാരം ജംആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഖസ്റാക്കാൻ പറ്റുന്ന യാത്രയിൽ എന്താക്കാം? ഖസ്റായി നിസ്കരിക്കാം. ഈ ഒരു തെളിവ് പിടിച്ചിട്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, യാത്ര സ്വന്തം നാട്ടിൽ നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് എന്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ? ഖസ്റാക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചിട്ടാണ് അവിടുന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചു. വഖാതബഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല ദാലിക ഖുത്ബതൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുത്ബ നിർവഹിച്ചു. ളുഹറിന് ശേഷം ഖുത്ബ നിർവഹിച്ചു, ഒരു പ്രസംഗം നടത്തി. അല്ലമഹും ഫീഹാ അൽ ഇഹ്റാം, ളുഹറിന് മുമ്പ് അല്ലമഹും ഫീഹാ അൽ ഇഹ്റാമ വവാജിബാതിഹി വസുനനഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമീങ്ങൾക്ക് ഇഹ്റാമിൽ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, ഇഹ്റാമിൽ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്, ഇഹ്റാമിലെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ ളുഹറിന് മുമ്പേ ജനങ്ങൾക്ക് ഒരു പ്രസംഗം നടത്തി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ളുഹർ 4 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ 3 ഖുത്ബകൾ നടന്നിട്ടുണ്ട്. ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് 3 ഖുത്ബകൾ നടന്നിട്ടുണ്ട്. ഒന്ന് മദീനയിൽ വെച്ച് പുറപ്പെടുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള, ആ സമയത്ത് നടന്നിട്ടുള്ള ഖുത്ബ. 2 അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഖുത്ബ. 3-മത്തേത് അയ്യാമു നഹർ, മിനയിൽ താമസിക്കുന്ന ആ സമയങ്ങളിൽ മസ്ജിദുൽ ഖൈഫിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ഖുത്ബകളാണ് ഹജ്ജത്തുൽ വിദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വാദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അറഫയിലെ ഖുത്ബ മാത്രമല്ല, ഈ 3 ഖുത്ബകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുണ്ട്. ആ 3-നെയും ഹജ്ജത്തുൽ വിദായിലെ ഖുത്ബകൾ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. ചില പണ്ഡിതന്മാർ ആ ഖുത്ബകൾ മാത്രം വിശദീകരിച്ചിട്ടുള്ള കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ആ ഖുത്ബകൾ ഹദീസിൽ വന്നതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്ന രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത് ളുഹർ നിസ്കാരത്തിന് ശേഷമാണ്. നിസ്കാരത്തിന് മുമ്പ് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ളുഹർ നിസ്കാരത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിട്ടുള്ളത്. പണ്ഡിതന്മാർ ഇതൊന്ന് മറ്റൊരു കാര്യം പഠിപ്പിക്കാറുണ്ട്. ഇപ്പോ അത് അടുത്തതിൽ പറയാം, ഇഹ്റാം ചെയ്യുമ്പോഴാണ്. ഫസല്ല ളുഹറ, അങ്ങനെ ളുഹർ നിസ്കരിച്ചു. ثم ترجل ودهن, അങ്ങനെ മദീനത്ത് നിന്ന് പുറപ്പെടുമ്പോ ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം ചീന്തി ഒതുക്കി നല്ല സുഗന്ധം, അത്തർ നല്ല സുഗന്ധം, ഓയിലുകൾ, അത്തറിന്റെ ഓയിലുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരട്ടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു തലമുടിയിലും താടിയിലും എല്ലാം അതുപോലെയുള്ള തീബിന്റെ, അത്തറിന്റെ ഓയിലുകളെല്ലാം, ദഹനുകളെല്ലാം പുരട്ടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. ഭാര്യമാർ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി എല്ലാം പുരട്ടിയിരുന്നതായിട്ട് ഈ സമയത്തും അല്ലാതെയും എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ ഒരുങ്ങിക്കൊണ്ട് പുറപ്പെട്ടു. വലബിസ ഇസാറഹു വരിദാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാറുള്ള മേൽവസ്ത്രവും അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള വേറൊരു വസ്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചു. വഖറജ ഫനസല ബിദിൽ ഹുലൈഫ, അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ട് ദുൽഹുലൈഫയിലെത്തി. ദുൽഹുലൈഫ എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള മദീനക്കാര്, ആ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുടെ മീഖാത്താണ്. ഇന്നതിന് അബിയാർ അലി എന്ന് പറയും. അബിയാർ അലി എന്നാണ് അതിന്റെ ഇപ്പോഴുള്ള പേര്. അവിടെ ഒരു മരമുണ്ടായിരുന്നു, ഷജറത്തുൽ ഹലഫ എന്നുള്ളത്. ആ മരത്തിന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് ദുൽഹുലൈഫ എന്ന താഴ്വരക്ക് പേര് വന്നിട്ടുള്ളത്, ദുൽഹുലൈഫ എന്നുള്ളത്. ഇന്നതിനെ അബിയാർ അലി എന്നാണ് അറിയപ്പെടാറ്. ഉംറക്ക് മദീനയിൽ നിന്ന് ഉംറക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവര് പിന്നെ ഇന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആ മീഖാത്ത് അറിയാവുന്നതാണ്. ഫസല്ല ബിഹൽ അസ്ർ റക്അതൈനി, അങ്ങനെ മദീനയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഇന്ന് ബസ്സിലൊക്കെ പോകുമ്പോൾ വലിയ ദൂരമല്ല, അന്ന് നടന്നൊക്കെ വരുമ്പോൾ ദൂരം ഉണ്ടായിരിക്കാം. ഇപ്പൊ ഇന്നിപ്പോ മസ്ജിദ് നബവിന്ന് ഖുബയിലേക്ക് എന്താണ് കുറച്ച് ഇതല്ലേ ഉള്ളൂ. പക്ഷെ ബസ്സിലൊക്കെ പോകുമ്പോൾ കുറെ ദൂരം തോന്നൂലേ, അതുപോലെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹുലൈഫയിലെത്തി. അവിടെ വെച്ച് അസർ 2 റക്അത്തായിട്ടാണ് നിസ്കരിച്ചത്. എന്തു തുടങ്ങി? നിസ്കാരം ഖസറായി നിസ്കരിക്കാൻ തുടങ്ങി. അതായത് യാത്രക്കാരനാണ്, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു, യാത്രയിൽ ഖസറായിക്കൊണ്ട് നിസ്കരിച്ചു. ثم بات بها, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് രാത്രി തങ്ങി. മദീനയിൽ നിന്ന് പുറപ്പെട്ട് ളുഹറിന് പുറപ്പെട്ട് അസ്റിന്റെ നിസ്കാരം എവിടെ നിന്ന് നിർവഹിച്ചത്? ദുൽഹുലൈഫയിൽ വെച്ച്. അങ്ങനെ അവിടെ രാത്രി താമസിച്ചു. വസല്ല ബിഹാ അൽ മഗ്രിബ വൽ ഇശാഅ വസ്സുബ്ഹ വൽളുഹറ, അന്നേ ദിവസത്തിലെ മഗ്രിബും ഇശാവും അവിടെ വെച്ച് നിർവഹിച്ചു. പിറ്റേ ദിവസം സുബ്ഹും ദുഹറും ദുൽഹുലൈഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു.
അവിടെ അങ്ങനെ അന്ന് അവിടെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കേണ്ടതായിട്ടുണ്ട്. വകാന നിസാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹുൻ കുല്ലുഹുന്ന മഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഹജ്ജ് ഒരു ഹജ്ജാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിനൊപ്പം എല്ലാ ഭാര്യമാരും ഉണ്ടായിരുന്നു. വത്വാഫ അലൈഹിന്ന തിൽക്കല്ലൈലത, അവർക്ക് കൂടാരങ്ങൾ കെട്ടി താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ എല്ലാ ഭാര്യമാരുടെ അടുത്തും അന്ന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയുണ്ടായി. അതായത് അവരുമായി എല്ലാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഒരു ഒറ്റ കുളിയാണ് അതിൽ നിന്നെല്ലാം കുളിച്ചത് എന്നെല്ലാം, ജനാബത്തിന് ശുദ്ധിയാവുള്ള കുളി ഒരു കുളിയിൽ ആണ് നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഖുവ്വത്ത്, ലൈംഗികമായിട്ടുള്ള ജിമാഅത്തിനുള്ള ശേഷി ഉണ്ടാവുക എന്നുള്ളത് അവന് നല്ലൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രിയിൽ തന്നെ തന്റെ 9 ഭാര്യമാർ ഒപ്പമുണ്ട്. 9 ഭാര്യമാരുമായിട്ടും അന്ന് രാത്രിയിൽ ജിമായിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. فلما أراد الإحرام اغتسل غسلا ثانيا لإحرامه. അങ്ങനെ രാത്രിയിൽ ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ജനാബത്തിന്റെ കുളി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീണ്ടും ഇഹ്റാമിന് വേണ്ടി ഒരു കുളി നിർവഹിച്ചു. അഥവാ ദുഹറിന്റെ സമയത്ത്, ഫജറിന് മുമ്പേ അല്ലാതെയുള്ള കുളി നിർവഹിച്ചു. ദുഹറിന്റെ സമയത്ത് ഇഹ്റാമിന് വേണ്ടി ഒരു കുളി കൂടി നിർവഹിച്ചു. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. ثم طيبته عائشة رضي الله عنها بيدها بذريرة وطيب فيه مسك في بدنه ورأسه. അങ്ങനെ ഇഹ്റാമിന് വേണ്ടി കുളിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലും തലമുടിയിലുമെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ കൈകൊണ്ട്, ദരീർ എന്ന് പറഞ്ഞാൽ അത്തറാണ്, ഒരു പ്രത്യേക തരം സുഗന്ധമുള്ള ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം പൊടി പോലെയുള്ള, അന്ന് അത്തറായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സുഗന്ധങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലും മുടിയിലുമായിട്ടെല്ലാം തേച്ചു കൊടുത്തു. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ, ഇഹ്റാമിന്റെ വസ്ത്രത്തിലല്ല, ശരീരത്തിൽ ഈ അത്തറുകൾ ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്തായുള്ള കാര്യമാണ്. ഹത്താ കാന വബീസുൽ മിസ്കി യുറാ ഫീ മഫാരിഖിഹി വലിഹിയതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിലും അതുപോലെ തന്നെ മുടി ചീന്തിയിട്ടുള്ള ഇടയിലുമെല്ലാം അത്തർ തേച്ചതിന്റെ, ഈ അത്തറിന്റെ എല്ലാം ഓയിലുകളൊക്കെ തേച്ചതിന്റെ ആ ഒരു തിളക്കമുണ്ടല്ലോ, അത് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിളക്കം, അത് പ്രത്യേകം എടുത്തു കാണുമായിരുന്നു. അപ്പൊ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് പ്രവേശിച്ചത്. അത് കഴുകുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ കഴുകി കളഞ്ഞിട്ടില്ല. ഇഹ്റാമിൽ കയറുമ്പോൾ അതുപോലെ തന്നെയാണ്. പിന്നീട് ഇഹ്റാമിന്റെ വേഷമായിട്ടുള്ള താഴ്ഭാഗത്ത് ഒരു മുണ്ടും മേൽഭാഗത്ത് മൂടാനായിട്ടുള്ള ഒരു തുണിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കുകയുണ്ടായി. അപ്പോ ദുൽഹുലൈഫയിലാണ് ഇപ്പോൾ. ദുൽഹുലൈഫയിൽ വെച്ച് ദുഹറിന്റെ സമയത്ത് ഇഹ്റാമിന് വേണ്ടി കുളിച്ച് അതുപോലെ ഈ സുഗന്ധം മേത്ത് തേച്ചിട്ട് ഇഹ്റാമിന്റെ വേഷം ധരിച്ചു. അപ്പോ ദുൽഹുലൈഫയിൽ വെച്ച് ദുഹർ നിസ്കരിച്ചില്ല, ദുഹറിന്റെ സമയമാണ്. പിന്നെ 2 റക്അത്ത് ആയിക്കൊണ്ട് ദുഹർ നിസ്കരിച്ചു. ثم أهل بالحج والعمرة. പിന്നെ ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ട് പിന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ഉംറതൻ ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജതൻ എന്നീ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫി മുസല്ലാഹു, ആ മുസല്ലയിൽ വെച്ചുകൊണ്ട്. അതായത് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പറയുന്ന ഈ വാക്ക് മീഖാത്തിൽ എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതിന് 3 സമയത്ത് പറഞ്ഞതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 1 ദുഹർ നിസ്കാര ശേഷം ആ മുസല്ലയിൽ വെച്ച് പറഞ്ഞു. 2 വാഹനത്തിൽ കയറിയിട്ട്, യാത്രക്ക് പുറപ്പെടാൻ വാഹനമൃഗത്തിന്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു. പിന്നെ 3-മത്തേത് അവിടെ തന്നെ ബീദ, ആ താഴ്വരയിൽ നിന്ന് കുറച്ച് മാറിയാൽ ഒരു ഉയർന്ന പ്രദേശമാണ് ബീദ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? 3 തവണ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്നീ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ കാണാം. അപ്പൊ ഇതിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നിസ്കാരത്തിന് ശേഷം മുസല്ലയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് പറഞ്ഞു. വലം യുൻഖൽ അന്നഹു സല്ല ലിൽ ഇഹ്റാമി റക്അതൈൻ. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഒരു 2 റക്അത്ത് എന്ന രീതിയിലുള്ള റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, നിർവഹിച്ചതായിട്ട് വന്നിട്ടില്ല എന്ന് പറയാണ്. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കാണാം. ചില ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഇഹ്റാമിന്റെ 2 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. وقلد صلى الله عليه وسلم قبل الإحرام
ബുദ്നഹു നഅലൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഇഹ്റാമിന്റെ ഈ വാക്കുകൾ പറയുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അവിടുത്തെ ഒട്ടകങ്ങളെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദി ആയിക്കൊണ്ട് അഥവാ അറവ് നടത്താൻ വേണ്ടി 100 ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയിട്ടുണ്ട്. 100 ഒട്ടകങ്ങളെ അറിവിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതില് ഇത് അറിവിനുള്ള കലായിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അറുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്, അടയാളപ്പെടുത്തുന്നതിനാണ് കലായിദ് എന്ന് പറയാം. അപ്പൊ ഒട്ടകങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മേലെ ചെരിപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒട്ടകം ഇത് കലായിദാണ്, ഇത് അറിവിന് നടത്താൻ കൊണ്ടുപോകാൻ അറിയാൻ വേണ്ടിയിട്ട് ചെരിപ്പുകൾ അതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. വശഅറഹാ ഫീ ജാനിബിഹാ അൽ ഐമൻ ഫശഖ സഫഹത സനാമിഹാ വസല ദമ അൻഹാ. അതുപോലെ അങ്ങനെ അടയാളത്തിനായിട്ട് ഒട്ടകത്തിന്റെ മേലെ ചെയ്തിരുന്ന രീതിയാണ്, ഒട്ടകത്തിന്റെ സനാം പറഞ്ഞാൽ പൂഞ്ഞ, അതിന്റെ വലതു ഭാഗത്തായിക്കൊണ്ട് ഒരു മുറിവുണ്ടാക്കി അതിലൊരു വെട്ടി കീറിയിട്ട് അതിന്റെ ഭാഗത്തുള്ള രക്തത്തെ കളഞ്ഞുകൊണ്ട് ഒരു അടയാളം, ഇത് കലായിദാണ്, ഇത് അള്ളാഹുവിന് വേണ്ടി അറിവിന് കൊണ്ടുപോകുന്നതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അടയാളവും ചെയ്യാറുണ്ടായിരുന്നു. അത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിന് മുമ്പ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്ക് അറുക്കാനുള്ള ഒട്ടകങ്ങളുമായിട്ടാണ് എന്ത് പോയിട്ടുള്ളത്, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ചത് ഖിറാനാണ്. കാരണം ഹജ്ജിന് വേണ്ടി അറിവിന് വേണ്ടി ഈ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ ബലിമൃഗത്തെ കൊണ്ടുവരുന്ന ആളുകൾ, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആളുകളാണെങ്കിൽ അവർ ഖിറാനാണ് ചെയ്യുക. തമത്തു ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, അവിടെ വന്നിട്ടാണ് പിന്നെ മൃഗത്തെ വാങ്ങുകയോ മറ്റൊക്കെ ചെയ്യുള്ളൂ. അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടയാളപ്പെടുത്തുകയും ചെയ്തു. وإنما قلنا إنه أحرم قارنا لبضعة وعشرين. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നാം പറയുന്നു ഇന്നഹു അഹ്റമ ഖാരിനൻ ലിബിദ്അത്തിൻ വഇശ്രീന ഹദീസൻ സരീഹതൻ സഹീഹതൻ ഫീ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് തരത്തിലുള്ള ഹജ്ജാണ് ചെയ്തത്? നമ്മൾ പറഞ്ഞു 3 തരത്തിൽ ഹജ്ജ് ഉണ്ട് പറഞ്ഞു. ഇഫ്രാദായിട്ട് ചെയ്യാം, ഖിറാനായിട്ട് ചെയ്യാം, തമത്തു ആയിട്ട് ചെയ്യാം. ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് മാത്രം, ഹജ്ജിന് വേണ്ടി മാത്രം നിയത്ത് വെച്ച് ഉംറ നിർവഹിക്കില്ല, ഹജ്ജ് മാത്രമേ നിർവഹിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ഖിറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉംറക്ക് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരു നിയത്തിലാണ് നിർവഹിക്കുക. ഉംറക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് ഒരുമിച്ച് കയറി ഉംറ നിർവഹിക്കും, തഹല്ലുലാകാതെ അവിടെ തന്നെ ഇഹ്റാമിലായി തുടർന്നുകൊണ്ട് അതേ ഇഹ്റാമിൽ ഹജ്ജ് നിർവഹിക്കുന്ന അവസ്ഥ. തമത്തു എന്ന് പറഞ്ഞാൽ ആദ്യം ഉംറ നിർവഹിച്ച് തഹല്ലുലായി പിന്നീട് വീണ്ടും യൗമു തർവിയയിൽ വീണ്ടും എന്ത് ചെയ്യുക, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കുന്നത്. തമത്തു ആണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. പക്ഷേ 20 ചില്ലാനം ഹദീസുകൾ സഹീഹായിക്കൊണ്ട് വന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് ഖിറാനാണ് എന്നുള്ളത്. ഇതും ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. ഇതിന്റെ യഥാർത്ഥ കിതാബിൽ വലിയൊരു ചർച്ചയായിട്ട് തന്നെ ഈ വിഷയമുണ്ട്. ഇതിന്റെ നതീജ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഖിറാനാണെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പഠനത്തിലും ബഹ്സിലും എല്ലാം പറയുന്നത്. വലബ്ബദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു ബിൽ ഗസ്ലി വഹുവ ബിൽ മുഅ്ജമതി വഹുവ മാ യുഗ്സലു ബിഹി الرأس من ഖത്മിയ്യിൻ വനഹ്വിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഇഹ്റാമിൽ കയറുന്ന ആ സമയത്ത് എന്തുകൂടി ചെയ്തിട്ടുണ്ട്, തലയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ചെടിയുടെ ഇലയിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതുകൊണ്ട് തല കഴുകുകയുണ്ടായിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഖത്മി എന്ന് പറയും, അത് തലമുടി എല്ലാം ഒതുങ്ങി നിൽക്കും, പിന്നെ ഇങ്ങനെ പാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അന്ന് ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് കഴുകിയിരുന്നു. യുലബ്ബദു ബിശ്ശഅർ ഹത്താ ലാ യൻതശിർ, ചിന്ന ഭിന്നമായിട്ട് നിൽക്കാതെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അത് ചെയ്തിരുന്നു. വഹല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മുസല്ലാഹ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദുൽഹുലൈഫയിൽ വെച്ച് മുസല്ലയിൽ വെച്ച് വഹല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മുസല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹുലൈഫയിൽ വെച്ച് ളുഹർ നിസ്കാരത്തിന് ശേഷം മുസല്ലയിൽ വെച്ച് തന്നെ ഒരു വട്ടം ഹജ്ജിനും ഉംറക്കും വേണ്ടിയിട്ടുള്ള പ്രവേശിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത ഹജ്ജതൻ ثم ركب ناقته فأهل أيضا. പിന്നെ ഒട്ടകത്തിന്റെ മേലെ കയറിയിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ثم أهل أيضا لما استقلت به على البيداء. പിന്നെ ആ യാത്ര തുടങ്ങി ആ പ്രദേശത്തിന്റെ ഒരു ഉയർന്ന സ്ഥലമാണ് അൽ ബൈദ എന്ന് പറയുന്നത്. അവിടെ എത്തിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന്
ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അതിന് പറയാനുള്ള കാരണം ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈമുല്ലാഹ് ലഖദ് ഔജബ ഫീ മുസല്ലാഹ് വഹല്ല ഹീന ഇസ്തഖല്ലത് ബിഹി നാഖതുഹു വഹല്ല ഹീന അലാ ശറഫിൽ ബൈദാ. ഈ മൂന്ന് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറിൽ കാണാം. എന്ന് പറയാണ്, വകാന യുഹില്ലു ബിൽ ഹജ്ജി വൽ ഉംറതി താറതൻ. ചില ഈ മൂന്നാണ് പറഞ്ഞല്ലോ, അതിൽ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനും ഉംറക്കും കൂടി ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്ന് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വബിൽ ഹജ്ജ് താറതൻ, അതിലൊരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹജ്ജിന് വേണ്ടി മാത്രമാണ്, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്ന് മാത്രം പറഞ്ഞതായും വന്നിട്ടുണ്ട്. ലിഅന്നൽ ഉംറത ജുസ്ഉം മിൻഹു, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉംറ എന്നുള്ളത് ഹജ്ജിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഫമിൻ സമ്മ ഖീല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അതുകൊണ്ടാണ് ഉലമാക്കൾക്കിടയിൽ പറയപ്പെടുന്നത്, ചർച്ച വന്നത്, ഖറന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖീറാനായി ഹജ്ജ് ചെയ്തത്, വഖീല തമത്തഅ അതല്ല തമത്തുആയിട്ടാണ് ചെയ്തത്, വഖീല അഫ്റദ അല്ല ഇഫ്രാദായിട്ടാണ് ചെയ്തത്. ഇഫ്രാദ് ആണെങ്കിൽ ഹജ്ജ് മാത്രം, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ പറഞ്ഞാൽ ഇഫ്രാദ് മാത്രമേ വരുള്ളൂ. ഖീറാൻ ആണെങ്കിൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് പറയണം. തമത്തു ആണെങ്കിൽ ഉംറക്ക് വേണ്ടി ഇഹ്റാമിൽ കയറിയാൽ മതി, ഉംറക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി, എന്നിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാം കയറിയാൽ മതി. അപ്പൊ എന്താണ് അത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള ഒരു കാരണം ഇതാണ് എന്നാണ്. എന്നാൽ അധിക പണ്ഡിതന്മാരും ഇമാം അഹ്മദ് എല്ലാം പറഞ്ഞിട്ടുള്ളത് ഒരു സംശയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖീറാനാണ് നിർവഹിച്ചത് എന്നുള്ളത് അത്രയും ഉറപ്പാണ് എന്നാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒക്കെ അത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നതും. വഖൗലി ഇബ്നു ഹസ്മിൻ, ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, ഇന്ന ദാലിക ഖബ്ല അദ്ദുഹ്രി ബിയസീരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത് ദുഹറിന് തൊട്ട് മുമ്പ്, കുറച്ചു നേരം മുമ്പാണ് എന്നുള്ള വാക്ക് വഹ്മും മിൻഹു, അദ്ദേഹത്തിന്റെ തോന്നലാണ്, അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്. വൽ മഹ്ഫൂദ് അന്നഹു ഇന്നമാ അഹല്ല ബഅദ അദ്ദുഹർ, സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതെല്ലാം എന്താണ്, ദുഹറിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ കയറിയത് എന്നാണ്. വലം യഖുൽ അഹദുൻ ഖത്തു, ഇബ്നു ഹസം അല്ലാതെ ഒരാളും ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന ഇഹ്റാമഹു കാന ഖബ്ല അദ്ദുഹരി ഫലാ അദ്രി മിൻ ഐന ലഹു ഹാദാ, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്ന്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞെന്ന് അറിയില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒന്നും ഇതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞെന്ന് തോന്നും. സംബന്ധം വെച്ച് കഴിഞ്ഞാല് ഞാൻ അത് ആദ്യം പറഞ്ഞത്, ഇത് മുഖ്തസറാണ്. ഇതിന്റെ വലിയൊരു മസലയുടെ ചർച്ച കഴിഞ്ഞിട്ടുള്ള നതീജ മാത്രമാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നെ ഫിഖിയായ മസലകളും തെളിവ് വെച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ധാരാളം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസാനത്തെ വാക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വേഗം അത് നമുക്ക് കൂടുതൽ നമ്മൾ അറിയേണ്ടതില്ല, അത് ഫിഖിന്റെ ദർസുകളിലൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ടതാണ്. തുമ്മ ലബ്ബ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ചു. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ എന്ന ഉംറത്ത് എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിച്ചു. സുമ്മ ലബ്ബ, പിന്നെ തൽബിയത്ത് പറയാൻ തുടങ്ങി. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ ഉംറ നിർവഹിക്കുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ മത്താഫിലേക്ക് എത്തുന്നത് വരെ ആവർത്തിച്ച് ഉറക്കെ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള തൽബിയത്തിന്റെ വാക്കാണ്. അതിന്റെ അർത്ഥം, ഈ തൽബിയത്തിന്റെ അർത്ഥം മാത്രം വിശദീകരിച്ചിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 40 എത്ര അർത്ഥങ്ങൾ അതിന് വരുന്നത് വിശദീകരിച്ചുകൊണ്ട്. അതായത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് തൗഹീദ് തെളിയിച്ച്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം തെളിയിച്ച്, അള്ളാഹുവിനോടുള്ള താഴ്മ തെളിയിച്ച് അങ്ങനെ പറയുന്ന വാക്കാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു, മറ്റെന്തിനേക്കാൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം തെളിയിച്ച്, കീഴ്വണക്കം തെളിയിച്ച്, തൗഹീദ് തെളിയിച്ച്, അങ്ങനെ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണ് തൽബിയത്ത് എന്നുള്ളത്. അത് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ സഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. ശരിക്ക് ഈ തൽബിയത്ത് എന്നുള്ളത് തൗഹീദിന്റെ ഒരു വാക്കാണ്. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന വാക്ക് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞ ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. നിനക്കൊരു പങ്കുകാരില്ല എന്ന് പറയും, മക്കയിലെ മുശ്രിക്കുകൾ പറയും. എന്നിട്ട് പറയും ഒരാൾ ഒഴികെ, അല്ലെങ്കിൽ നിന്റെ അധികാരത്തിന് കീഴിലായിക്കൊണ്ടുള്ള അവർ ആരാധിച്ചിരുന്ന, ഇടനിലക്കാരായി അവർ വെച്ചിരുന്ന ലാത്തയും ഉസ്സയും അതുപോലെയുള്ള ആളുകളൊക്കെ ഒഴികെ എന്ന് പ്രത്യേകം അവർ ചേർത്ത് പറയാറുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്ത്
അവരോട് പറയും, നിങ്ങൾ ലാ ശരീക്കിലേക്ക് വരെ പറഞ്ഞാൽ മതി, എന്തിനാണ് അതിന് ശേഷമുള്ളത് അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ പിന്നെ ഉംറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി പിന്നെ കഅബയുടെ അടുക്കൽ അവിടുത്തെ മത്താഫിൽ എത്തുന്നത് വരെ ഈ തൽബിയത്ത് ആവർത്തിച്ചിരുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 1,00,000 മുകളിലുള്ള ആളുകളെല്ലാം ഉച്ചത്തിൽ തൽബിയത്ത് മുഴക്കിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അത്രയും ഗാംഭീര്യത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയിരുന്നത്. വറഫഅ സൗതഹു ബിഹാദിഹി തൽബിയ, എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ഉറക്കെ പറയുമായിരുന്നു. ഹത്താ സമിഅഹ അസ്ഹാബുഹു, ആ സഹാബികൾ കേൾക്കാവുന്ന എത്ര പരിധിയോളം കേൾക്കാൻ പറ്റുമോ അത്രയും കേൾക്കുന്ന രീതിയിൽ പറയുമായിരുന്നു. വഅമറഹും ബിഅംരില്ലാഹ് ലഹു അൻ യർഫഉ അസ്വാതഹും ബിതൽബിയ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന നിലക്ക് അവരോട് കൽപ്പിക്കുമായിരുന്നു, ശബ്ദം ഉറക്കെ തൽബിയത്ത് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാറുമുണ്ടായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അപ്പോ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുന്ന സംഭവം. ഇനി ഹജ്ജിൽ എത്തുന്നതും ഹജ്ജ് നിർവഹിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങളുമെല്ലാം അടുത്ത വിഷയങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കാനും അതിനെ മുറുകെ പിടിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.